സമസ്ത കേരള ജമിയത്തുൽ ഉലമ മുസ്ലിം ലീഗിനെ സംബന്ധിച്ച് മുസ്ലിം ലീഗിൻ്റെ എന്താ പറയുക മുസ്ലിം ലീഗിൻ്റെ ഒരു പ്രധാനപ്പെട്ട സപ്പോർട്ടേഴ്സൊക്കെ കൂടി അണിനിരക്കുന്ന പാണക്കാട് തങ്ങൾ മുൻകാലങ്ങളിലൊക്കെ മുഷാവറയിൽ അംഗമായിട്ടുള്ള ഒരു സംഘടനയായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ സ്വതന്ത്ര നിലപാടെടുക്കുന്നു. അവർ മുസ്ലിം ലീഗിൻ്റെ തണലിലല്ല, അവർ ഡയറക്റ്റ് സർക്കാരുമായി ഡീൽ ചെയ്യുന്നു. സർക്കാർ ആഭിമുഖ്യമുള്ള ഒരു പറ്റം നേതാക്കൾ അവർക്കുണ്ട് താനും. അപ്പോൾ ലീഗ് വറീഡാവേണ്ട ഒരു സിറ്റുവേഷൻ അല്ലേ? അല്ലല്ല, ഞങ്ങൾ ഒരിക്കലും വിചാരിച്ചിട്ടില്ല, പറയുകയില്ല. സമസ്ത ലീഗിൻ്റെ ചൊൽപ്പടിക്ക് നിൽക്കണമെന്ന് ഞങ്ങൾ പറയില്ല. അവർ ചർച്ച ചെയ്യേണ്ടതാണ്, അവർക്ക് അവരുടെ കാര്യം ചർച്ച ചെയ്യാം. അതിൽ മുസ്ലിം ലീഗ് പറഞ്ഞതേ ചെയ്യാൻ പാടുള്ളൂ, മുസ്ലിം ലീഗിൻ്റെ ഒരു കീഴ്ഘടകമായിട്ട് അങ്ങനെ വർക്കാമെന്നും ഞങ്ങൾ പറഞ്ഞിട്ടില്ല, പറയേണ്ട ആവശ്യമില്ല. അതൊക്കെ അവരുടേതായിട്ടുള്ള ചില ഓട്ടോണമികളുണ്ട്, അത് പ്രകാരമുള്ള സ്വന്തമായിട്ട് ചിന്തയുണ്ട്, അതവർ ചെയ്യട്ടെ. അതിപ്പോൾ നോക്കൂ, ഇപ്പോൾ KM ഷാജിയുടെ പ്രസംഗങ്ങൾ, MK മുനീറിൻ്റെ ലേഖനങ്ങളൊക്കെ നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുമായി ബന്ധം സ്ഥാപിച്ചാൽ നിങ്ങളുടെ മതവിശ്വാസത്തിന് കാര്യമായി കോട്ടം തട്ടും എന്ന് പ്രഖ്യാപിക്കുന്നവയാണ്. ഞാൻ അതിൻ്റെ മെറിറ്റല്ല ചോദ്യം ചെയ്യുന്നത്. അങ്ങനെ ഒരു പ്രചരണം നടത്തിക്കൊണ്ടിരിക്കെ തന്നെ മുസ്ലിം സമുദായത്തിലെ ധാരാളം പണ്ഡിതർ, കാന്തപുരം വിഭാഗം നേരത്തെയുണ്ട്, ഇപ്പോൾ സമസ്തയുടെ നേതാക്കളുണ്ട്, അവർ സഹകരിക്കുകയാണ്, അവർ കമ്മ്യൂണിസ്റ്റ് വേദികളിൽ പോകുന്നുണ്ട്, വേദി പങ്കിടുന്നുണ്ട്, പരസ്പരം സഹകരിക്കുന്നുണ്ട്. അപ്പോൾ ലീഗിൻ്റെ ആ നറേറ്റീവ് മുസ്ലിം സമൂഹത്തിൽ ഇനി ചെലവാകില്ല എന്ന് ഈ പറഞ്ഞ നേതാക്കൾ സഹകരിക്കല്ലേ? ഈ ഒരു മതസംഘടനയോടും ഞങ്ങൾ പറഞ്ഞിട്ടില്ല നിങ്ങൾ CPM-ൻ്റെ അവർ ക്ഷണിക്കുന്ന സദസ്സിലേക്ക് പോകരുതെന്നോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി വിളിക്കുന്ന ഡിന്നറിൽ പങ്കെടുക്കരുതെന്നോ ഒന്നും വിലക്ക് ഞങ്ങൾ തിട്ടൂർ ഞങ്ങൾ കൊടുത്തിട്ടില്ല, കൊടുക്കേണ്ട കാര്യമില്ല. ഞങ്ങളൊരു പൊളിറ്റിക്കൽ പാർട്ടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊരു സ്ട്രാറ്റജി ഉണ്ട്. ആ സ്ട്രാറ്റജി ഞങ്ങൾ പറയും. അതിന് യോജിക്കുന്നവർക്ക് യോജിക്കാം, വിയോജിക്കുന്നവർ വിയോജിക്കാം. അപ്പോൾ ആ സംഘടന ഇപ്പോൾ സംസ്ഥാനം മാത്രമല്ലല്ലോ, കുറേ സംഘടനകൾ പോയിട്ടുണ്ടല്ലോ. അപ്പോൾ അത് അവരുടെ സ്വാതന്ത്ര്യത്തിൽപ്പെട്ട കാര്യമാണ്, ഞങ്ങൾ ഇൻ്റർഫിയർ ചെയ്യുന്നില്ല. ഇപ്പം സാദിഖലി തങ്ങൾ പ്രസംഗിച്ചിട്ടുണ്ട്, നിങ്ങൾ ലീഗിൻ്റെ ഹരിത പതാകയുടെ താഴെ നിൽക്കുമ്പോൾ അർഷ്യൻ്റെ തണലിലേക്കാണ് വരുന്നതെന്ന്. ഇപ്പോൾ സമുദായത്തിലെ പണ്ഡിതർക്ക് ചെങ്കൊടിയുടെ തണലിൽ നിന്നാലും മതി, അങ്ങനെയാണ്. അപ്പോൾ മുസ്ലിം ലീഗ് ഒരുപാട് നന്മ ചെയ്തുകൊണ്ടിരിക്കുക. നിങ്ങൾക്കറിയാം, നിങ്ങളെല്ലാം കവർ ചെയ്തതായിട്ട് ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, പാവങ്ങളെ സഹായിക്കൽ, ഇതുപോലുള്ള കാര്യങ്ങൾ, നന്മയ്ക്ക് വേണ്ടിയുള്ള നിരന്തരമായ പ്രവർത്തനങ്ങൾ, ഇതെല്ലാം ചെയ്യുക വഴി നിങ്ങൾക്ക് മുക്തി ലഭിക്കും, അതിൽ നന്മ കിട്ടും, സ്വർഗത്തിലേക്കുള്ള പാതയിലേക്ക് നിങ്ങൾക്ക് പോകാൻ സാധിക്കും എന്നുള്ള വിശാലമായ അർത്ഥം ബഹുമാനപ്പെട്ട തങ്ങൾ അവർ പറഞ്ഞതിൻ്റെ അർത്ഥതലങ്ങൾ വായിക്കാൻ അറിയാത്തവരാണ് ഈ പ്രചാരണം നടത്തുന്നത്.